ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത്. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി, ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. അബിൻ വർക്കിയുടെ വാക്കുകളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കേരളത്തിൽ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അദ്ദേഹത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകേണ്ട, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കണം, ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കണം എന്നാണ് ആഗ്രഹമെന്ന് അദ്ദേഹം ഇതേ സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളോട് അഭ്യർത്ഥിക്കും, എന്നെ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആ വാക്കുകൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയുണ്ട്? സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജയിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ ജയിൽ കിടന്നിട്ടുണ്ട്, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസുണ്ടാക്കാൻ, കേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതാണ്. അപ്പോൾ ബോധപൂർവം അക്രമങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് കേസുണ്ടാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോധപൂർവം അക്രമമുണ്ടാക്കാൻ മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്, അത് ഞാൻ അനുസരിച്ചിട്ടുണ്ട് എന്നാണല്ലോ അബിൻ വർക്കി പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അർത്ഥം. ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത്. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി, ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് സമരങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ പേരാമ്പ്ര ടൗണിൽ നടത്തിയ നാടകം കൂടി കണ്ടാൽ മതി. ആ ദൃശ്യം പ്രേക്ഷകർ കാണാൻ കഴിയുന്നുണ്ടാകും. എന്ന് വെച്ചാൽ അക്രമമുണ്ടാക്കാൻ ബോധപൂർവം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പറയുന്നത് ആരാണ്? യൂത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ അബിൻ വർക്കിയാണ്. അത്തരം സമരങ്ങൾ നടത്താൻ നേതൃത്വം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ അക്രമമുണ്ടാക്കാൻ, കലാപങ്ങൾ സൃഷ്ടിക്കാൻ, പോലീസിന് കല്ലെറിയാൻ, പോലീസിനെ ആക്രമിക്കാൻ ഒക്കെ നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്. അതനുസരിച്ചാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിച്ചത്. അതിന്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ കാട്ടിക്കൂട്ടിയത്, ഷാഫി പറമ്പിൽ MP ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ അക്രമമുണ്ടാകാം. അത് ആ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അല്ലാതെ നേരത്തെ തന്നെ തയ്യാറാക്കി ഇന്ന് പോലീസിനെ അടിക്കണം, ഇന്ന് ലാത്തി ചാർജ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന് ഒരു 4 കേസെങ്കിലും പോലീസിനെ കൊണ്ട് എടുപ്പിക്കണം, 50 പേരെയെങ്കിലും ജയിലിൽ എത്തിക്കണം, ഇങ്ങനെയാണോ സമരം ചെയ്യുക? സമരത്തിന്റെ ഭാഗമായി ആ സമയത്തെ ചില സിറ്റുവേഷൻ അനുസരിച്ച്, അതല്ലെങ്കിൽ പോലീസ് സമരക്കാർക്കെതിരെ നടത്തുന്ന ചില അതിക്രമങ്ങൾ, അതിൽ പ്രതിഷേധിച്ച് പൊട്ടിത്തെറി ഉണ്ടാകുന്നു, വലിയ ലാത്തിചാർജിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഗ്രനേഡ് ഉപയോഗിക്കേണ്ടി വരുന്നു പോലീസിന്, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ആ സമയത്തെ സാഹചര്യം അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ നേതാവ് പറയുന്നത്. എന്ന് വെച്ചാൽ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വന്ന് ഉണ്ടാക്കിയ സമരമാണ്, അടിയാണ് അവിടെ നടന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് സ്ഫോടക വസ്തു പോലീസ് നേരെ എറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും പോലീസിന്റെ തൊപ്പി തട്ടി മാറ്റുകയും ഒക്കെ ചെയ്താൽ, അങ്ങനെ പോലീസിനെ പ്രകോപിതരാക്കിയാൽ അടിയുണ്ടാകും, ലാത്തി ചാർജ് ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട് കേസുണ്ടാകും. അതിനുവേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത് വരിക. ഇങ്ങനെയാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ആ സമരത്തിന് നിർദ്ദേശം നൽകിയത്, അതല്ലെങ്കിൽ അത്തരമൊരു സമരം നടത്താൻ നിർദ്ദേശം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളുമാണ് എന്നാണ് അബിൻ വർക്കി പറയുന്നത്. അതനുസരിച്ച് ഞാൻ സമരം ചെയ്തിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, കേസുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. കേസുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിക്രമം കാട്ടിയിട്ടുണ്ട് എന്ന്. അങ്ങനെ അതിക്രമം കാട്ടാൻ മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന്.
ഇങ്ങനെ പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ UDFന്റെ യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങളെല്ലാം ആസൂത്രിതമാണ്, ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുകയാണ് അബിൻ വർക്കി ചെയ്യുന്നത്.